ഇന്നൊരു ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പതിവിന് വിപരീതമായിട്ട് ഈവനിങ് ടൈം ഫ്ലാറ്റിന് താഴെ പോയി ചില്ല് ചെയ്യാനായിട്ട് നടക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള എക്സസൈസ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ ഒന്നൊരു പോസ് കൊടുക്കാമെന്ന് ചിന്തിച്ചത്. ഞാനിങ്ങനെ കുട്ടികൾ കളിക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. ഇവിടെ പിന്നെ സ്പീക്കറിൽ എന്തോ ഒരു കീബോർഡ് ഇങ്ങനെ വായിക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ സ്പീക്കറിൽ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു സ്റ്റോപ്പ് കൊടുക്കുക. അത് മടിയെന്ന് വിളിക്കാൻ പറ്റുമോ അതറിയില്ല. എന്തായാലും ഞാൻ കുറച്ച് നേരം മെഡിറ്റേറ്റൊക്കെ ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ഒന്ന് പോസ് ചെയ്ത് പിന്നെ ഞാൻ ഓർക്കുകയായിരുന്നു സിമ്പിൾ ലിവിങ്ങിനെ കുറിച്ച്, മിനിമലിസത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർക്കുകയായിരുന്നു. മിനിമലിസം ഞാനിങ്ങനെ ശീലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹാബിറ്റാണ് കേട്ടോ. അപ്പം അതെനിക്ക് പ്രാക്ടിക്കലി പറ്റിയ ഒരു, ഞാൻ ഇതുവരെ ചെയ്തൊരു മേഖലയെന്ന് പറയുന്നത് എൻ്റെ വാർഡ്രോബ്, എൻ്റെ തുണി കളക്ഷൻ, എൻ്റെ ക്ലോത്ത്സിൻ്റെ ഒക്കെ കളക്ഷനിൽ ഞാൻ എന്നും യൂസ് ചെയ്യുന്ന തുണികൾ മാത്രമാക്കി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് സാധിക്കാത്തൊരു മേഖലയെന്ന് പറയുന്നത് എൻ്റെ കിച്ചണാണ്. അവിടെ എനിക്ക് കുറേ ഞാൻ ഉപയോഗിക്കാത്ത പാത്രങ്ങളുടെ കളക്ഷനൊക്കെ ഉണ്ട്. അതെനിക്ക് അതിലോട്ട് കൊണ്ടുവരാൻ എത്രത്തോളം സമയം എടുക്കും എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഓരോ ഭാഗത്തായിട്ട് മിനിമലിസം, പിന്നെ ഡീക്ലട്ടറിങ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പോസിറ്റീവ് ആണ്. ഡീക്ലട്ടറിങ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഡീക്ലട്ടറിങ്, മിനിമലിസം ഇതെല്ലാം ബേസിക്കലി സിമ്പിൾ ലിവിങ്ങിനെയാണ് കാണിക്കുന്നത്. നമുക്ക് എത്രത്തോളം നമ്മുടെ കാര്യങ്ങൾ ബാഗേജ് കുറയ്ക്കാൻ പറ്റും, നമ്മൾ എത്രത്തോളം സിമ്പിളാവും, അത്രത്തോളം നമുക്കൊരു കണ്ടൻ്റായിട്ട് ഇരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നൊരു ഈവനിങ് ഞാനിങ്ങനെ ഫ്ലാറ്റിൽ ഇങ്ങനെ കുറച്ച് നേരം ഒരു പോസ് കൊടുത്തപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെയാണ് ചിന്തിച്ചത്. മിനിമലിസം, ഡീക്ലട്ടറിങ് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഈവനിങ് നേരുന്നു. ബൈ.